അതെ, അപ്പൊ നമുക്ക് നമ്മുടെ പഠിക്കും 10-17 നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ മെട്രോളിൽ എടുത്തോ. എഞ്ചിന്റെ സൗണ്ട് ഒക്കെ നല്ല ചെറിയ പോണം. അപ്പോൾ ഇതാണ് ഇതിന്റെ ബൂട്ട് സ്പേസ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഇത്രയും സ്ഥലം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മറ്റേ പ്രകാശിന്റെ ഒക്കെ വണ്ടി കുറെ ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കാനിയ ബസ്സിലൊക്കെ കാണുന്ന ടൈപ്പ് സീറ്റ് ഇല്ലേ, അതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും നന്നായിരിക്കുന്നുണ്ടല്ലേ വണ്ടി കാണാനൊക്കെ ആയിട്ട്. നമസ്കാരമുണ്ട്, വണ്ടി മച്ചാന്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്പടികൻ ട്രാവൽസിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ശക്തികുളങ്ങരയിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്, കൊല്ലത്ത് ശക്തികുളങ്ങര കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പാറശാലയിലാണ്. തിരുവനന്തപുരം പാറശാല, തിരുവനന്തപുരം ജില്ലയിൽ പാറശാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാൻ ഇന്ന് ചെയ്യാൻ പോണ വണ്ടിയുടെ പേരും സ്പടികം എന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ചെയ്തത് സ്പടികയാണ്. പക്ഷേ ആ സ്പടികം ഈ സ്പടികം തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഇല്ല. ശരിക്കും പറഞ്ഞാൽ സ്പടികത്തിനെ കുറിച്ച് പറയുന്നത്, സ്പടികത്തിൻ്റെ പേര് പലരും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ ഭാഗത്ത് സ്പടികം ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തത് സ്പടികമാണ്. അത് കൊല്ലം ശക്തികുളങ്ങരയിലാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതും ഒരു സ്പടികമാണ്. ശരിക്കും അത് കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ഇങ്ങനെ അത് വന്ന് പെട്ടു എന്ന് പോലും അറിയില്ല. എല്ലാം ദൈവത്തിൻ്റെ നിമിത്തം. തിരുവനന്തപുരം വന്നപ്പോൾ എനിക്ക് കിട്ടിയ വണ്ടി ചെയ്യാൻ കിട്ടിയത് വേറൊരു സ്പടികമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാറശാലയിലാണ്. പാറശാല, തിരുവനന്തപുരം ജില്ലയിൽ പാറശാല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സ്പടികത്തിൻ്റെ അവരുടെ ആ നാട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ വണ്ടി ഭാഷൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഞാനേ ഒന്ന് കാണിച്ചു തരാം നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ഇതിവിടെയാണ് ഇങ്ങനെ ഒരു വേണ്ട, ഇത് പുതിയൊരു ബൈപ്പാസ്സാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്കൊക്കെ പോകാനുള്ള ബൈപ്പാസ്സാണിത്. കുറേ ദൂരം പണി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ പല ഭാഗത്ത് പണി. അപ്പോൾ ആ ഒരു ഏരിയ എത്തിയാലേ പണി അവിടെ സ്റ്റോപ്പാണ്, പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം. അപ്പോൾ ഇവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോണേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ അതിൻ്റെ സ്പെക്കൊക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇത് ഭാരത് ബെൻസിൻ്റെ 10-17 ഷാസിയിലാണ് ഇതിൻ്റെ ഷാസി വരുന്നത്. എൻജിൻ 4D34i എഞ്ചിനാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം പവർ വരുന്നത് 125 kW അറ്റ് 2500 RPM. അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് വരുന്നത് 520 Nm ടോർക്ക് 1500 RPM ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. 4 സിലിണ്ടർ എഞ്ചിനാണ്. അതുപോലെ തന്നെ സസ്പെൻഷൻ പാരാബോളിക് ലീവ് സ്പ്രിങ്സ് ആണ് അതിൽ വരുന്നത്. വിത്ത് ആൻറ്റി റോൾ ബാർസ് കൂടി ഉണ്ട് കേട്ടോ. സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗും അതുപോലെ തന്നെ ആഡ്ബ്ലൂ കപ്പാസിറ്റി വരുന്നത് 43 ലിറ്ററും ഇതിൽ തന്നെ 34 ലിറ്ററിൻ്റെ ആഡ്ബ്ലൂം വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 171 ലിറ്ററും 160 ലിറ്ററിൻ്റെയും രണ്ട് ടാങ്കിൻ്റെ കപ്പാസിറ്റികൾ ഡിഫറെൻറ്റ് രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പടികൻ ട്രാവൽസ് കേട്ടോ. അപ്പോൾ ഈ സ്പടികം ശരിക്കും രജിസ്റ്റേർഡ് ആണ് അത്ര. ഈ ഒരു ഫോണ്ട് അതുപോലെ തന്നെ ഈ ഒരു നെയിമൊക്കെ ഇവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഓണർ. അപ്പോൾ സ്പടികം ഞാൻ പറഞ്ഞല്ലോ പാറശാലയിലുള്ള ഗ്രൂപ്പാണ് ഈ സ്പടികം, തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. എങ്ങനെയുണ്ട് വണ്ടി കാണാനൊക്കെ ആയിട്ട്? നമ്മൾ ഇതിന് മുന്നേ BS4 വണ്ടി ഞാൻ ഈ ഒരു ടൈപ്പ് മോഡൽ വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് തിരുപ്പതിക്കൊക്കെ നമ്മുടെ വാണിശ്ശേരി വണ്ടി കൊണ്ട് ഒരു തിരുപ്പതി ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു, മഹാറാണി ട്രാവൽസ് കൊണ്ടിട്ട്. അവരുടെ ടൂറിസ്റ്റ് ബസ് ലൈലൻഡും കൊണ്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു വണ്ടി പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയെ കുറിച്ചിട്ടൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അന്നത് 10-17 പഴയ മോഡലാണ്, BS4 വണ്ടിയാണ്. ഇത് BS6 വണ്ടിയാണ്, 10-17 അപ്പോൾ ഇത് ഭാരത് ബെൻസിൻ്റെ 10-17 സ്റ്റാഫ് ബസ് സീരീസിൽ വരുന്നൊരു വണ്ടിയാണ് കേട്ടോ. 10-17 സ്റ്റാഫ് ബസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂൾ ബസ്സും ഒക്കെ ആയിട്ട്, സ്റ്റാഫ് ബസ്സും ആയിട്ടൊക്കെ ഈ ടൈപ്പ് വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടാവും, നേരത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു വണ്ടി വരുന്നത് ഒരു ലോ ഫ്ലോർ പാറ്റേണിലാണ് ഈ ഒരു വണ്ടി വരുന്നത് കേട്ടോ. ഭാരത് ബെൻസ് തന്നെ സ്വന്തമായിട്ടുള്ള പ്ലാനിൽ നിർമ്മിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് ഈ ഒരു ഭാരത് ബെൻസ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ ഭാരത് ബെൻസിൻ്റെ ഇങ്ങനത്തെ വണ്ടികളാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 2 വർഷം മുന്നേ ഭാരത് ബെൻസിൻ്റെ വണ്ടി ചെയ്തപ്പോൾ
BS4 വണ്ടിയായിരുന്നു. അപ്പോൾ അത് വ്യത്യാസമൊന്നുമില്ല. ആ വണ്ടിയിൽ നിന്ന് ഈ വണ്ടി തമ്മിൽ നോക്കുമ്പോൾ ചെറിയ ചെറിയ മൈന്യൂട്ട് വ്യത്യാസങ്ങൾ മാത്രമേ വണ്ടിക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ കൂടുതൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ അന്ന് ഞാൻ ഓടിച്ചപ്പോഴും അതുപോലെ ഇതിൻ്റെ കംഫർട്ടൊക്കെ നല്ല സുഖമായിരുന്നു, യാത്ര സുഖമായിരുന്നു. അന്ന് നമ്മൾ തിരുപ്പതിക്കൊക്കെ ഈ വണ്ടി കൊണ്ട് പോയി സ്ഥിരമായ ട്രിപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. ഫ്രണ്ട് ലുക്ക്, കവിള് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടുള്ള ഭയങ്കര എന്താ പറയുക, ഒരു ഷാർപ്പായിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു ഷേപ്പാണ് ഈ വണ്ടിക്ക് ഉള്ളത്. കണ്ടില്ല, ഈ ഒരു ഭാഗം കണ്ടില്ല, കറക്റ്റ് നമ്മുടെ സ്കാനിയ ബസ്സൊക്കെ ഇല്ല അങ്ങനത്തെ ഒക്കെ ഒരു, അല്ലെങ്കിൽ ഗ്ലൈഡർ ആ ലെവലിലൊക്കെ അങ്ങനത്തെ ഒരു ഷേപ്പാണ്. അപ്പോൾ നമ്മുടെ പ്രകാശിലൊക്കെ ആ ഷേപ്പ് ഒരു ഉരുണ്ടിട്ടുള്ള ഷേപ്പാണ്. ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പിന്നെ മുകളിലായിട്ട് ശ്രീ ചോറ്റാനിക്കര അമ്മ എന്ന് കൊടുത്തിട്ടുണ്ട്. സ്പടികം നമുക്ക് അവിടെ കാണാം. അവരുടെ ഫോണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ തൊട്ട് താഴെയായിട്ട് ഇതുപോലുള്ള ഒരു എന്താ പറയുക രൂപം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ സംഭവം എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാനതങ്ങനെ രൂപം എന്ന് പറഞ്ഞത്. ഒരു പറവയാണു അല്ലേ. തൊട്ട് താഴെ ഭാരത് ബെൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ, ഭാരത് ബെൻസ്. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു പ്രത്യേക ഒരു പ്രീമിയം ടച്ചിലാണല്ലേ ഭാരത് ബെൻസ്. നമ്മുടെ ഗ്ലൈഡർ വണ്ടിയിൽ നമുക്ക് ആ ഭാരത് ബെൻസ് എന്നുകൊണ്ട് എഴുതിയേക്കുന്നത് കാണാൻ നല്ല ഒരു അഴകാണ്. താഴെയായിട്ട് ഭാരത് ബെൻസിൻ്റെ വലിയൊരു ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഹണികോം ഗ്രില്ലാണല്ലോ ഇതിന് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ തേനീച്ചയുടെ ഒരു ഷേപ്പിലുള്ള ഒരു ഗ്രില്ലിൻ്റെ ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഭാരത് ബെൻസ് ഈ വണ്ടി ഇറങ്ങിയിട്ട് വെറും 2 ആഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. ശരിക്കും ആക്ച്വലി ഞാൻ ഈ ഒരു വണ്ടി എടുക്കാനായിരുന്നില്ല വന്നത്. അപ്പോൾ പക്ഷേ നമുക്ക് ഈ ഒരു വണ്ടി അത് ചെയ്യാൻ കിട്ടി. അത് ഞാൻ അടുത്ത കണ്ടന്റിൽ ഞാൻ മറ്റേ വണ്ടി നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അതാണ് ശരിക്കും എടുക്കാൻ വന്നത് ഞാൻ. പക്ഷെ പിന്നെ ഈ ഒരു വണ്ടി കണ്ടപ്പോൾ ഞാൻ ഇതും ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇവർക്ക് സ്പടികം ട്രാവൽസിന് ഒരുപാട് വണ്ടികളുണ്ട്. ഇവർക്ക് അർബാനിയ, ആദ്യമായിട്ട് അർബാനിയ ഈ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് ഇവരായിരുന്നു. അർബാനിയ ഉണ്ട്, 2 അർബാനിയ ഉണ്ട്. അതുപോലെ തന്നെ വേറെയും ട്രാവലറും അങ്ങനെയുള്ള കുറേ വണ്ടികളുണ്ട് കേട്ടോ ഇവർക്ക്. അപ്പോൾ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ മുകളിലായിട്ട് ആ ബ്ലാക്ക് തീമിലാണ് അത് കൊടുത്തേക്കുന്നത്. അത് ബ്ലാക്ക് ഇത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ബ്ലാക്ക് എന്താ പറയുക, അതിനൊരു എന്താ പറയുക, നമ്മളൊരു ബ്ലാക്കായിട്ട് നമ്മൾ ഇത് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അത് നന്നായിരിക്കുന്നുണ്ട്. ബ്ലാക്കിൽ ചോറ്റാനിക്കര അമ്മ എന്ന് കൊടുത്തേക്കണ കാണാനേ നന്നായിട്ടുണ്ട്. എന്താ പറയുക, മാറ്റ് ഫിനിഷും എന്താ അതിന് പറയാം, ഈ ബ്ലാക്ക് ഇങ്ങനെ ഇത് കൊടുക്കുന്നതിന് ആ സംഭവം കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഇല്ലാതെ ഇരിക്കുമ്പോൾ ശരിക്കും ഒരു ഭംഗി പോലെ ആയിരുന്നു. അപ്പോൾ അത് മാറ്റ് അവിടെ ആ ഫിനിഷ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. സോറി. പിന്നെ താഴെ വരുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഗ്ലാസിൻ്റെ വലിയൊരു പോർഷൻ. പിന്നെ അവിടെ നിന്നും താഴെ വരുമ്പോൾ ഈ ഒരു ഏരിയയിലും ഇത് പിന്നെ വണ്ടി വരുമ്പോൾ ഇങ്ങനെ തന്നെയാണോ അതോ ഇവിടെ ബ്ലാക്ക് തന്നെയാണോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെയും ബ്ലാക്ക് തന്നെയാണ് ഇപ്പോൾ കൊടുത്തേക്കണേ. ആ ബ്ലാക്കിൽ ഭാരത് ബെൻസ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് നല്ല വൃത്തിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഈ ഫ്രണ്ട് ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ബമ്പർ നമുക്ക് കാണാൻ സാധിക്കും. താഴെ ഇതുപോലെ ഹണി ഗ്രോം ഗ്രില്ലിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് അടിയിലേക്ക് കൂടി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഹെഡ് ലാമ്പ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇതുപോലത്തെ ഉള്ളൊരു ഹെഡ് ലാമ്പ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 2 ഹെഡ് ലാമ്പ്, ഒരു ഇൻഡിക്കേറ്റർ, ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കണേ. താഴെ ഒരു LED ഫോഗ് ലാമ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ഫ്രണ്ട് എന്നുള്ള കാഴ്ചകൾ. ഈ ഒരു റോഡ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾ ഇട്ടിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ട ഈ വണ്ടികളിങ്ങനെ ചീറിയിട്ടാണ് വരണത്. ബൈക്കുകാരൊക്കെ ഒരുപാട് സ്പീഡിലാണ് വരുന്നത്, കാറുകാരും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം. അപ്പോൾ ഈ ഒരു സൈഡിൽ വരുമ്പോൾ ഇവിടെ മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 3 എണ്ണം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ചാൽ മൊത്തം വണ്ടിയുടെ ആ ഒരു അടിയും മുകളിലൊക്കെ നമുക്കത് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ ഇത്രയും ഗ്ലാസിൻ്റെ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു കാഴ്ച. ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് പോവാം. ഈ സൈഡിൽ ഓവറോൾ ലുക്ക് കാണാൻ വണ്ടിയുടെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. എങ്ങനെയുണ്ട് വണ്ടി കാണാനൊക്കെ? നല്ല എടുപ്പല്ലേ. പഴയ വണ്ടി അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടിയും എനിക്ക് ഇപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കണുള്ളെങ്കിൽ പോലും നല്ല ഒരു അഴകായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഈ വണ്ടി. പിന്നെ ഇവിടെ വരുമ്പോൾ വലിയൊരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഒരു പോർഷൻ കാണാൻ കേട്ടോ. കണ്ടോ, വലുതാണ് കൊടുത്തേക്കുന്നത്. താഴെ ഇതുവരെ വന്നിട്ടുണ്ട് ആ ക്വാർട്ടർ ഗ്ലാസിൻ്റെ പോർഷൻ. ആ ക്വാർട്ടർ ഗ്ലാസിൻ്റെ പോർഷൻ കഴിഞ്ഞാൽ പിന്നെ പോണത് നമ്മുടെ ഡോറിൻ്റെ പോർഷനിലേക്കാണ്. ഈ ഡോറിൻ്റെ ഈ ഏരിയ കണ്ട, ഇത് ഡ്രൈവർക്ക് കയറാനുള്ള ആ ഡോറിൻ്റെ പോർഷൻ നമുക്ക് ജസ്റ്റ് തുറക്കാം. സീറ്റ്, ഡ്രൈവറുടെ സീറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ച്, ആക്സിലേറ്റർ, ബ്രേക്ക്, പെഡൽ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഭാരത് ബെൻസിൻ്റെ ചാവി ഉണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് അടയ്ക്കാം, പിന്നീട് അതിലേക്ക് എത്താം. അപ്പോൾ ഇതാണ് ഡോറിൻ്റെ ആ ഒരു പോർഷനും കാര്യങ്ങളൊക്കെ. ആ ഡോറിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് താഴെ 3 ഫുഡ് സ്റ്റെപ്പ്, 2 ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1, 2
പിന്നെ ഒരു LED ബോഡി ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു സൈഡിലായിട്ടൊരു 4 കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. കാറ്റുണ്ട്, രാവിലെ ഏർലി മോർണിംഗിൽ എടുക്കണം, അവിടെ കാറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ടയർ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സ്പെസിഫിക്കേഷൻ, കൂടുതൽ ഒന്നുകൂടി പറയാം. 235/75/17.5 ആണ് ഇതിൽ ടയറിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. വീൽ കപ്പ് ഒക്കെ നന്നായിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ഷാസി ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാട്ടി തരാം കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഈറ്റ്സിൻ്റെ യൂണിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഇതൊരു ചെറിയൊരു നെറ്റ് ഫിനിഷിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ എയറൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റ് ഫിനിഷിംഗ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇവിടെ ഫ്യൂവൽ നിറയ്ക്കുന്ന ആ ഒരു സ്പേസ്, അത് കഴിഞ്ഞാൽ പോണ പോക്ക് കണ്ട അവൻ്റെയൊക്കെ ഇങ്ങനത്തെ മനുഷ്യന്മാരാണ് തല കുത്തി മറിഞ്ഞ് പാണ്ടിലൂർ അടിയിൽ വിടുക. നമുക്ക് കാര്യമില്ല. ആഡ്ലു ആണ് ഇവിടെ നിൽക്കുന്നത്. ഒന്ന് MVD ഒന്ന് ശ്രദ്ധിച്ചു വിട്ടോളൂ. ഈ വഴി ഒരുപാട് ചീറി പാഞ്ഞിട്ടാണ് വണ്ടികൾ പോണത്. ഓക്കെ, ആഡ്ബ്ലൂവിൻ്റെ ഫില്ലിംഗ് സ്റ്റേഷനും കാര്യങ്ങളും ഞാൻ അതിൻ്റെ സ്പെക്ക് പറഞ്ഞല്ലോ ഞാൻ ഓൾറെഡി. ഇപ്പോൾ ആഡ്ബ്ലൂ ഫില്ല് ചെയ്യണത് ഇവിടെയാണ്, ഫ്യൂവിൽ ഫില്ല് ചെയ്യണത് ഇവിടെയാണ്. ഇത് കഴിഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ ബോഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡ് റിഫ്ലക്ട് ലൈറ്റുകളൊക്കെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഗ്ലാസ് പോർഷൻ പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് ഞാൻ പറഞ്ഞില്ല കോട്ട ഗ്ലാസ് പോലെ. ഈ വണ്ടി പർബാനിയെ പോലെ ശരിക്കും പറയാം. എന്ന് വെച്ചാൽ നമുക്കിത് ഇതിലിരുന്നാലേ വേണ്ട ഈ സീറ്റിൻ്റെ ഇത് വരെ നമുക്ക് പുറത്തേക്ക്, സാധാരണ നമ്മൾ മറ്റുള്ള വണ്ടികൾ ഇത്രയും വിഷ്വല് പുറത്തേക്ക് കിട്ടില്ല. ഈ വണ്ടിയിൽ ഇരുന്നാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കാഴ്ചകൾ കണ്ടുപോകാം. ഇത് ശരിക്കും പാക്കേജ് ട്രിപ്പുകൾക്കാണ് ഈ വണ്ടി കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫോറിനേഴ്സിനൊക്കെ കൊണ്ട് പോവുകയാണെങ്കിൽ അവർ ഈ വണ്ടിയെ ചൂസ് ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ കൊടൈക്കനാൽ വഴിക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ സ്ഥലങ്ങൾ മൊത്തം കണ്ട് അവർക്ക് ആസ്വദിച്ച് അവർക്ക് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും യൂസ് ചെയ്യുക ഈ ടൈപ്പ് വണ്ടിയാണ് എല്ലാവരും എടുക്കാൻ നോക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഈ പുറത്തുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിലേ. അപ്പോൾ നമ്മുടെ വണ്ടികൾ ഞാൻ പറഞ്ഞ വണ്ടി 2 അവിടെ കിടക്കുന്നുണ്ട്, അർബാനിയും പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന വേറൊരു വണ്ടി കൂട്ടത്തിൽ കിടക്കട്ടെ. അതിലേക്ക് ഞാൻ പിന്നീട് എത്താം. ആദ്യം ഓരോരോ വണ്ടി ചെയ്തിട്ട് കഴിയട്ടെ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് കണ്ടന്റ് ഇങ്ങനത്തെ ടൈപ്പ് വണ്ടി എടുത്താൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പുറത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. അതുകൊണ്ട് ഫോറിനേഴ്സൊക്കെ ഈ ടൈപ്പ് വണ്ടിയാണ് കൂടുതൽ യൂസ് ചെയ്യാം. ബ്രേക്ക് ഗ്ലാസ് ഇൻ കേസ് ഓഫ് എമർജൻസി. അപ്പോഴത്തെ എമർജൻസി എക്സിറ്റിൻ്റെ ആ ഒരു പോർഷനാണ്. ഇത് വലിയൊരു എമർജൻസി എക്സിറ്റിൻ്റെ പോർഷനാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ വലിപ്പത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഫുഡ് സ്റ്റെപ്പ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ വിശാലമായിട്ടാണ് ഇതിനെക്കുറിച്ചൊരു റിവ്യൂ പറഞ്ഞത്. ഈ വണ്ടി നമ്മൾ കുറേ കാലമായിട്ട് അന്ന് ഞാൻ ചെയ്ത സമയത്ത് വാണിജ്യച്ചിറ വണ്ടി ചെയ്ത സമയത്ത് അത് റിവ്യൂ വരുന്നില്ല. ഞാൻ ജസ്റ്റ് വണ്ടി ഓടിച്ച് ഞാൻ തിരുപ്പതി പോണതായിട്ടാണ് കാട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് റിവ്യൂ അല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്യണം. അത് പിന്നെ VS4 വണ്ടിയെ കണ്ട് ഞാൻ പിന്നീട് അതിലേക്ക് എടുക്കാമായിരുന്നു. ഇപ്പോൾ VS6 വണ്ടി നമുക്ക് പുത്തൻ വണ്ടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് നന്നായി. ഇപ്പോൾ ഭാരത് ബെൻസ് എന്ന് പറഞ്ഞിട്ട് ലോഗോ ബാക്കിൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു റിയർ പോർഷൻ്റെ ഒരു ഭാഗം വരുന്നത്. നല്ലൊരു റിയർ പോർഷനാണ്. വൃത്തി അഭംഗിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ലൊരു വണ്ടി. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഡിക്കി സ്പേസ് ഒന്ന് തുറന്ന് കാട്ടിത്തരാം ഞാൻ. പിന്നെ ഇവിടെ വരുമ്പോൾ 3 ടെയിൽ ലാംപ്സ് നമുക്ക് കാണാൻ സാധിക്കും. ബ്രേക്ക്, ഇൻഡിക്കേറ്റർ, അങ്ങനെയുള്ള പാർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഓവറോൾ ബാക്കിലത്തെ ലുക്ക് കാര്യങ്ങളൊക്കെ. വണ്ടി എങ്ങനെയുണ്ട് നിങ്ങൾ അഭിപ്രായം പറയുക. ആർക്കൊക്കെ എടുക്കണമെങ്കിൽ ഞാൻ ഭാരത് ബെൻസിൻ്റെ നമ്പർ ഇടാം. മാത്രമല്ല നമുക്ക് എന്താ പറയുക, ഇവരുടെ നമ്മുടെ നല്ല സപ്പോർട്ടായിട്ടുള്ളൊരു ടീമാണ് സ്പടികൻ ട്രാവൽസ് നമ്മുടെ പാറശാലയുള്ളത്. അപ്പോൾ ഇവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഇവിടെ ശരി കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയ അധികം കാണിക്കാതെ കേട്ടോ. നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കണം. അപ്പോൾ ഈ സൈഡ് നേരത്തെ നമ്മൾ അപ്പുറത്ത് പറഞ്ഞ പോലെ തന്നെയാണ് വിശാലമായിട്ടുള്ള അപ്പുറത്ത് പറഞ്ഞ എന്താണോ ആ സംഭവം തന്നെയാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ചൊന്നും നമുക്കിതിൽ പറയാനായിട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ പറഞ്ഞ ആ വീലിൻ്റെ ഒരു ഏരിയയും പിന്നെ സൈഡിൽ ഉള്ള ബോഡി ലൈറ്റ്സ്, അതുപോലെ തന്നെ സീറ്റിൻ്റെ ഭാഗം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കണുള്ളൂ. അല്ല പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനായിട്ട് ഇല്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ വണ്ടിയുടെ ഉള്ളിലേക്ക് ഒന്ന് കയറണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. പിന്നെ ഇവിടെ നിന്നും നമുക്ക് പ്രത്യേകിച്ച് ഇനി കൂടുതലായിട്ടൊന്നും പറയാനോ ഒന്നും ഇല്ല കേട്ടോ. എല്ലാം നമ്മൾ അവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് ഇവിടെ വരുമ്പോൾ ഒരു ഡ്രൈവർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോറ് ഇവിടെ കാണാൻ സാധിക്കും. ഈ വഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് കയറണത്. പിന്നെ ഇത് ലോ ഫ്ലോർ ടൈപ്പ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഇതിൽ അനായാസം കയറാനൊക്കെ പറ്റും. പിന്നെ ബാറ്ററി ബോക്സ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ബാറ്ററി ബോക്സ്. പിന്നെ ഇതിൻ്റെ ആ വീലിൻ്റെ ഒരു ആർച്ച് കണ്ടില്ലേ, അതിനൊരു പ്രത്യേകതയുണ്ട്. അതാണ് ഈ വണ്ടിയുടെ വേറൊരു ഹൈലൈറ്റ്.
ഇതൊരു എന്താ പറയുക പുറത്തൊക്കെ ഉള്ള വണ്ടികളെ പോലെയാണ്. ഇതൊരു വീലിൻ്റെ ആർച്ച് സാധാരണ സ്റ്റഡി അല്ല, ഒരു ബെൻഡ് ഉണ്ട് ഇവിടെ. ഈ ഒരു ബെൻഡ് നമുക്ക് ബാക്ക് വീലിൻ്റെ ഭാഗത്തും കാണാൻ സാധിക്കും. വേണ്ട, അതിനും ഉണ്ട് ഒരു ബെൻഡ്. അതാണ് ഈ ഭാരത് ബെൻസിൻ്റെ ഒരു പ്രത്യേകത. ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാവും, ചിലവർക്ക് അത് താല്പര്യം വരില്ല. എന്തായാലും ഈ ഒരു ടൈപ്പ് വണ്ടി കൂടുതൽ സ്റ്റാഫ് ബസ്സായിട്ടും ടൂർ പാക്കേജുകൾക്കും അതുപോലെ തന്നെ സ്റ്റാഫ് ബസ്സായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഓവറോൾ നല്ലൊരു അടിപൊളി കിടക്കാച്ചി വണ്ടിയാണ്. ഇനി നമുക്ക് വണ്ടി ഉള്ളിൽ നിന്ന് കയറി നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത്രയും സ്ഥലം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ പ്രകാശിൻ്റെ ഒക്കെ വണ്ടി കുറേ ചെയ്യണ കാരണം നമ്മൾ അങ്ങനെ തുറന്ന് കാണിക്കാറില്ല. പക്ഷേ ഈ വണ്ടി നമ്മൾ മുന്നേ നമ്മളെ ട്രിപ്പ് പോകുമ്പോൾ ഒക്കെ ചെയ്തിട്ടുണ്ട് BS4. അപ്പോൾ BS6 നമ്മൾ റിവ്യൂ പോലെ ചെയ്യുമ്പോൾ ഇത് കാണിക്കണമല്ലോ. അപ്പോൾ ഇത് ഇത്രയും ഓപ്പണിംഗ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ, ബാക്കിൽ ഇത്രയും ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. പക്ഷേ ഇത് ഇൻ്റർ കണക്റ്റഡ് അല്ല. മറ്റുള്ള വണ്ടികളൊക്കെ നമ്മൾ ഈ സൈഡിൽ ഓപ്പണിങ് വരുമ്പോൾ ഇതിന് പഴയ രീതിയിൽ ഒരു കൊടുത്തേക്കണം, ഇൻ്റർ കണക്റ്റഡ് അല്ല, ഫുള്ളൊരു അറ പോലെ കൊടുത്തേക്കണേ. ശാസ്ത്ര ഭാഗങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല അല്ലേ. എന്തായാലും നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി 35 വരുന്നത്. പുഷ് ബാക്ക് സീറ്റുകളാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഹരിതര സീറ്റുകളില്ലേ, ആ ടൈപ്പ് സീറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സ്കാനിയ ബസ്സിലൊക്കെ കാണുന്ന ടൈപ്പ് സീറ്റില്ലേ, അതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും നന്നായിരിക്കുന്നുണ്ടല്ലേ വണ്ടി കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഈ വണ്ടി ഞാൻ പറഞ്ഞു 2 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പുതുമ നശിച്ചിട്ടില്ല, പുതിയൊരു മണമൊക്കെ വണ്ടിയുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ സീറ്റിൻ്റെ ഒരു റെക്സിനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു ബ്ലൂ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ സ്ഥിരം നമ്മൾ പറയുന്നതാണ്, അതിലൊന്നും വലിയ കാര്യമില്ല. സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ടൈപ്പ് സീറ്റൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിൽ വരുമ്പോൾ ഇതുപോലെ ബോട്ടിൽ ഹോൾഡറും മറ്റേ ബുക്ക് ഫയൽ കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഒരു പ്രത്യേക ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് അതാണ് ചെയ്തേക്കണത്. കോടയൊക്കെ തൂക്കാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. നമ്മൾ ഒരുപാട് ലക്ഷറി അങ്ങനെ സംഭവങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യണം. അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ളൊരു വണ്ടി അത്രയല്ലേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെ വരുമ്പോൾ ഓരോ പില്ലറിൻ്റെ മുകളിൽ നമുക്ക് മറ്റേ ഇതുണ്ടല്ലോ, GPS-ൻ്റെ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവമില്ല, എന്താ പറയുക, ഹാമർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരുവിധം ഒന്നരാടിട്ടുള്ള പില്ലറിൻ്റെ മുകളിലൊക്കെ ഈ ഹാമർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എമർജൻസി എക്സിറ്റ് ആണ് ഈ കാണുന്നത്. നമ്മൾ ഇവിടെ വരുമ്പോൾ 2, 3 അല്ല 5 സീറ്റാണ് കേട്ടോ ഈ ബാക്കിൽ വരുമ്പോൾ കാണുന്നത്. പിന്നെ ഈ ഒരു ഏരിയ എമർജൻസി എക്സിറ്റിൻ്റെ ഭാഗമാണ്. ഇവിടുന്ന് എമർജൻസി പുൾ കവർ ആൻഡ് റൊട്ടേറ്റ് നോബ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇത് എമർജൻസി അതാണ് അത്രയും വലുപ്പത്തിൽ കൊടുത്തേക്കണം എമർജൻസി എക്സിറ്റിൻ്റെ ഭാഗം. പിന്നെ ഇതാണ് ഇതിൻ്റെ ബെർത്തിൻ്റെ സെറ്റപ്പ്. അത് സ്പീക്കർ JBL-ൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 1, 2, 3, 6 വലിയ സ്പീക്കർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വർക്ക് ഇനി ഒരു ചെയ്യും കേട്ടത്, പുതിയ വണ്ടിയൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടില്ല. JBL-ൻ്റെ ഒരു വലിയ ഒരു സ്പീക്കർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെന്താ സംഭവങ്ങൾ പറയാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മെറ്റീരിയലൊക്കെ ഫ്ലോറിൽ ഇപ്പോൾ ഇതുപോലത്തെ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ട്രെയിനിലൊക്കെ കാണില്ല, അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഒരു മെറ്റീരിയൽ നന്നായിരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ മെറ്റീരിയൽ യൂസ് ചെയ്തെന്താ ഗുണമെന്ന് വെച്ചാൽ ചളി പിടിച്ചാൽ അറിയില്ല, പിന്നെ തുടച്ചെടുക്കാൻ പറ്റും. ഈ ട്രിപ്പൊക്കെ പോകുമ്പോൾ അറിയാലോ ഓരോ ആൾക്കാർ എന്തൊക്കെ കച്ചടയാക്കാന്നറിയോ. അപ്പോൾ പിന്നെ അത് തുടച്ച് കൊണ്ട് വാരി എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ മെറ്റീരിയലാണ് നല്ലത്. പിന്നെ സീറ്റ് ബെൽറ്റ് ഇവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ 2 റോയില് സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഇതിലും ഉണ്ട് സീറ്റ് ബെൽറ്റ്. ഈ ഡോറിൻ്റെ ഭാഗമായ കാരണമായിരിക്കും മേ ബി അവിടെ സീറ്റ് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തേക്കണത്. പിന്നെ ഇതുപോലെ ലൈറ്റൊക്കെ LED ലൈറ്റ്സ് ഒരു 4-5 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ജെടെക്കിൻ്റെയാണ് AC, അവരാണല്ലോ ഇപ്പോൾ എല്ലാ ഇതിലും ചെയ്യുന്നത്. അപ്പോൾ AC യൂണിറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു എമർജൻസി എക്സിറ്റിൻ്റെ ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു എയർ വെൻ്റ് എന്നൊക്കെ പറയുന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു TV നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇനി ഫ്രണ്ട് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഡോറിൻ്റെ ഭാഗമാണ്, നമ്മളിപ്പോൾ കയറി വന്ന ഡോറിൻ്റെ ഭാഗമാണ്. പിന്നെ ഇവിടെ ഒരു അഴി അങ്ങനത്തെ സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ മാറ്റുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയാണ് ഓവറോൾ നിൽക്കുന്നത് കേട്ടോ വണ്ടി. ഇപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നന്നായിരിക്കുന്നുണ്ട് വണ്ടി. ഇനി നമുക്ക് പിന്നെ ഇവിടെ വിട്ടുപോയി, ഇത് കണ്ടല്ലോ, ഇതൊരു ചിലവരൊക്കെ വേറൊരു മെറ്റീരിയൽ ഇതിൽ യൂസ് ചെയ്യുന്നത് കണ്ടേക്കണം കേട്ടോ. പക്ഷെ ഇതിലിപ്പോൾ ഇവർ വണ്ടി വരുമ്പോൾ തന്നെ ഉള്ള ആ മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ കാര്യങ്ങളൊന്നുമില്ല, ക്ലോത്ത് ടൈപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഈ ഒരു സെക്ഷൻ നമ്മൾ ഇവിടുന്ന് അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ഇത് ഒരു എഞ്ചിൻ്റെ പേയുടെ ഭാഗമാണ്. പിന്നെ ഇത് ആണ് നമ്മുടെ ഡ്രൈവറുടെ ആ ഒരു ക്യാബിൻ കാര്യങ്ങളൊക്കെ വരുന്നത്. പാർട്ടീഷൻ ഇല്ല ക്യാബിന്,
പിന്നെ ഇവിടെ സിംഗിൾ ഒരു കോപ്പൈലറ്റിൻ്റെ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് സീറ്റ് ബെൽറ്റും ഉണ്ട്. പിന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൂൾ ബോക്സ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചേക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ ഒരു ഹാമർ വലിയൊരു കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഈ വലിയ ഈ ഗ്ലാസ് പോർഷനൊക്കെ പൊട്ടിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഹാമർ വേണ്ടി വരും, അതിനായിരിക്കും അത് കൊടുത്തേക്കണേ. പിന്നെ അവിടെ ഒരു സോണിയുടെ സ്പീക്കർ, ഒരു ഫാൻ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെയും ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബ്ലൈൻഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. പിന്നെ ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് ഭാരത് ബെൻസിന്റെ ഒരു ലോഗോ ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഈ ഫയറിന്റെ ഒരു യൂണിറ്റ് നമുക്ക് എല്ലാ വണ്ടിയിലും ഇപ്പോൾ ഉണ്ടല്ലോ ഫയറിന്റെ, അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഇനി ക്ലസ്റ്ററിലേക്ക് വരാം. ക്ലസ്റ്ററിൽ വരികയാണെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗ് വീല് നമ്മൾ കഴിഞ്ഞ വണ്ടി ചെയ്തില്ലേ, സെയിം വണ്ടി തന്നെയാണ് 1017 തന്നെയാണ് ചേസ് വരുന്നത്. അതിൽ ബോഡി ഒന്ന് ഇൻബിൽറ്റ് ആയിട്ട് അവർ കേട്ടണം, ഒന്ന് ഷാസി എടുത്തിട്ട് നമ്മൾ കൊണ്ടോട്ടിയിൽ കേട്ടണം, അത്രേ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് ഓടിച്ച സെയിം വണ്ടി തന്നെയാണ് ഭാരത് ബെൻസിന്റെ. ചെറിയ സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 6+1 മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഇവിടെ വരികയാണെങ്കിൽ ഇതിന്റെ ബാറ്ററി, അതുപോലെ തന്നെ ഈ മറ്റുള്ള സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ, ഡോറിന്റെ ഓപ്പണിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്ലസ്റ്ററൊക്കെ വളരെ ചെറിയൊരു ക്ലസ്റ്റർ, അനലോഗ് ആയിട്ടും ഡിജിറ്റലായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. വണ്ടി ഇപ്പോൾ ഓൺ സ്റ്റാർട്ടിങ് അല്ലെങ്കിലും ഞാനത് ചാവി ഓണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ വൈപ്പറിന്റെ ആ നോബ്, അതുപോലെ ഇന്ത്യ പാസിങ്ങിന് ചെയ്യാനുള്ള നോബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഹെഡ് ലാമ്പ്സിന്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജെടെക്കിന്റെ AC സംഭവം കൊടുത്തിട്ടുണ്ട്, മനസ്സിലായില്ലേ. പിന്നെ ഇവിടെ വരുമ്പോൾ പവർ മോഡിന്റെയും എക്കോ മോഡിന്റെയും ഒക്കെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സൈഡിൽ ഇവിടെ കൊടുത്തേക്കുന്നുണ്ടല്ലേ പവർ മോഡ്, എക്കോ മോഡ്. അത് എക്കോ മോഡ് എന്ന് പറയുമ്പോൾ സാധാ പ്ലെയിൻ റോഡിലും, പവർ മോഡ് എന്ന് പറയുമ്പോൾ അവര് ഒരു സ്റ്റിക്കർ കൊടുത്തിരിക്കുകയാണ് മനസ്സിലാക്കാൻ, ഡീസൽ കൺസപ്ഷന് വേണ്ടിയിട്ട്. കയറ്റത്തിലാണ് പവർ മോഡ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിക്കാനായിട്ടാണ് കൊടുത്തേക്കുന്നത്. പണ്ട് ചില KSRTC ബസ്സിൽ പറയും, ഓരോന്ന് എഴുതി വെക്കുന്നുണ്ടാവും, അതായത് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. എന്ന് വെച്ചാൽ കുറെ ആൾക്കാർക്ക് അത് അറിയില്ല അതിനെ കുറിച്ചിട്ട്. പിന്നെ ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ക്യാമറ അല്ല, സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ വിഷ്വൽസ് ഇതിൽ കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലത്തെ ഓവറോള്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് അത്യാവശ്യം ഇരുന്നിട്ട് കാലം നീട്ടിരിക്കട്ടെ, അത്യാവശ്യം സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ട്രിപ്പൊക്കെ പോകുമ്പോൾ അനുസരിച്ചിട്ട് വേറൊരു സെറ്റപ്പ് വൈബിലല്ലേ പോവുക. പിന്നെ ഇവിടെ സെറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. സെറ്റ് വർക്ക് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഈ ഒരു വണ്ടിക്ക് പറ്റുന്നതല്ലേ. പിന്നെ ഇത് ഫിക്സഡ് ക്ലാസ് വണ്ടി, അപ്പൊ ഇതിന് ഒരു ചെയ്യാൻ പറ്റുന്ന പരിമിതികളുണ്ടല്ലോ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള സെറ്റ് വർക്ക് അത്യാവശ്യം ഇതിലുണ്ട്. ആർക്കും വിഷമമായിട്ട് പോകേണ്ടി വരില്ല. ബാക്കിൽ അത്യാവശ്യം സബ്, എന്താ അതിന് പറയാ, സബ്ബല്ല വേറെ അതിനനുബന്ധമായിട്ടുള്ള ഇതിനെ കുറിച്ച് അധികം ധാരണയില്ല. അപ്പൊ ആ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെയാണോ അതിന്റെ ഈ സെറ്റിന്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അപ്പൊ അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയ്ക്കൊക്കെയാണ് വണ്ടിയുടെ. പിന്നെ ഇത് ബാക്കിൽ ഇപ്പൊ ഇതുപോലെ ഒരു പാർട്ടീഷൻ ശരിക്കും ഇല്ല കേട്ടോ. അത് ആക്ച്വലി ഇതിപ്പോ നമുക്ക് ഈ സെറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ സംഭവങ്ങൾ ഇങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ. ശരിക്കും ഇവിടെ ഒരു പാർട്ടീഷൻ ഇല്ല. നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഭാഗമാണ് സാധാരണ വണ്ടി കമ്പനി വരുമ്പോൾ ഉണ്ടാവുക. പിന്നെ ടിവിയുടെ ഭാഗം അങ്ങനെ താത്തി വെക്കാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അതെ, അപ്പൊ നമുക്ക് നമ്മുടെ പഠിക്കും 1017 നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ. അപ്പൊ വണ്ടിയുടെ ഉള്ളിൽ കയറട്ടെ കേട്ടോ. ക്യാമറ അതിൽ വരുന്നുണ്ടോ? അപ്പൊ നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മളത് സ്ഥിരം ചെയ്യണ കാരണം BS4 വണ്ടിയാണ് നമ്മളന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ BS6 എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. കുഴപ്പമില്ല, നല്ല സെറ്റാണ് ഓടിക്കാനൊക്കെ. തിരുപ്പതിക്ക് പോകുമ്പോഴാണ് അങ്ങനെ വണ്ടി എടുത്ത് അന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പഴയ മോഡൽ വണ്ടി BS4. റോഡൊന്ന് കാട്ടി കൊടുക്കണോ? ഈ റോഡ് ഇവിടെ എന്റെ തോന്നുന്നു അല്ലേ, പണി നടക്കുകയാണല്ലേ. നമുക്ക് ഇവിടുന്ന് കറങ്ങി തിരിയണല്ലേ? എവിടെ തിരിയേണ്ടത്? അടിച്ചു പോയാൽ മതി. അപ്പൊ അതിനെ കുറിച്ച് പറയാനൊന്നല്ലേ, കൂടുതലൊന്നും പറയാനോ. നല്ല സെറ്റാണ് വണ്ടി ഓടിക്കാനൊക്കെ. ചേട്ടൻ മൊബൈലിൽ എടുക്കണില്ലേ?
അതിങ്ങനെ എടുത്തു. ഞാൻ അപ്പോൾ ഒരു ചെറിയ നമ്മളെവിടെയാ വണ്ടി കിട്ടുന്നതാണ് അവിടെ നമ്മൾ തിരിച്ചു പോകുന്നത്. ആ പോണത് നമ്മുടെ റൊമാനിയാണ്. അതെ അതെ. നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ്. കിട്ടുന്നുണ്ടോ? നല്ല പവറാണ്. എന്തായാലും വീഡിയോ നമ്മളങ്ങനെ വൈൻഡപ്പ് ചെയ്യണം. കുറെ ഓടിച്ചു നോക്കിയാലേ ഞാനൊരു എങ്ങനെയുണ്ട് പുതിയ BS6 വണ്ടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടിച്ചു നോക്കിയതാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ, മാറ്റൊന്നുമില്ല. മറ്റേ വണ്ടിക്കാട് കുറച്ചുകൂടി ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളി. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് കുറെ വിചാരിക്കണം. അപ്പൊ എന്തായാലും നമ്മൾ തൂമ്പൂറ്റുകാര് വണ്ടി എടുത്ത സമയത്ത് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അന്ന് പോകാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും അത് ചെയ്യാൻ പറ്റി. പിന്നെ ഒതുക്കുള്ള ശീരമയിലാണ്, അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ്. ആ റോഡ് ഇപ്പോ ശരിക്കും ബീച്ച് ടൈപ്പ് റോഡാവും. നല്ല കട്ടകട്ടായിട്ട് ബ്ലോക്കുകളാണ്. ഇതിൽ AC തന്നെ വണ്ടി ഓടിക്കുന്നത്. മഴക്കാലത്ത് നമ്മൾ AC കിട്ട് ഓടിക്കേണ്ട അവസ്ഥ യാത്ര ആലോചിക്കുക. അപ്പോൾ ഞാന് ഹാൻഡ് ബ്രേക്ക് കിട്ടും. അപ്പോൾ വണ്ടി അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കാതിരിക്കുക. ഓരോ വീഡിയോയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ എടുക്കണേ. അപ്പോൾ അതിന്റെ ഒരു ഫലം തരിക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.